നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അത് ചെയ്യാം. ഞാനിപ്പോഴേ അലനല്ലൂർ വന്നാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ അലനല്ലൂർ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് കണ്ടായിരുന്നു അലനല്ലൂർ എവിടെയാണെന്ന്. ഇപ്പോൾ വീണ്ടും പെങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പോളോട് ചോദിച്ചു. അവൾ പറഞ്ഞ് പാക്കത്തെ കുളമ്പ്, അതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഉണ്ട്. ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ഇവിടെ നിന്ന് കയറിയതാണ്. അപ്പോൾ വന്നപ്പോഴേ ഹോം ടൂർ ചെയ്യുമ്പോൾ ഈ വീട് ഇപ്പം അടുത്ത് വീട് ഇരുന്നാട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷമായിട്ടുള്ള വീട് ഇരുന്നിട്ട് ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് വരണം. അതിനൊരു കാര്യമുണ്ട്. ഒരു നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാത്ത പോലെ ഒരുപാട് വീട്ടിൽ കാണുമായിരിക്കും, ഞാനധികം കണ്ടിട്ടില്ല. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. കാണിച്ചു തരാം കേട്ടോ. വാ. ഈ വീട് 2 നിലയാണ്. നമ്മൾ സാധാരണ വീടെടുത്ത പോലെ ഒരു നില ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഒന്ന് മുകളിൽ അങ്ങനെയല്ല കേട്ടോ. ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഒന്ന് താഴെയാണ്. കാരണം ഈ വീടിൻ്റെ ഫ്രണ്ട് എന്ന് കുറച്ച് താഴ്ന്നിട്ടാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ കിടക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെ പണിതിക്കാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പിന്നിലേക്ക് മുറ്റല്ല. അപ്പോൾ മുറ്റമില്ലാത്തതുകൊണ്ട് അളിയന് സിവിൽ കഴിഞ്ഞാണ് കേട്ടോ. അളിയൻ്റെ തലയിൽ വെച്ച ബുദ്ധിയെന്നാണ് പറഞ്ഞ് ഒരു ഭാഗം സ്ലാബ് പോലെ ആക്കിയിട്ട് ആ ഭാഗം മുറ്റം പോലെ യൂസ് ചെയ്തിരിക്കുകയാണ്. എന്താ പറയുക, അടുക്കള മുറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ കിച്ചൺ ഹോള് എല്ലാം ഉണ്ട്. ഒരു ബെഡ്റൂം ഉണ്ട്, ഒരു ഹോള്, കിച്ചൺ, ഡൈനിങ്, ഫസ്റ്റ് ഫ്ലോറിൽ അത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ഡോറുണ്ട്. ഈ ഡോർ ഇങ്ങോട്ട് വന്നാൽ ഒരു ഓപ്പൺ ടെറസാണ്. ആ ഓപ്പൺ ടെറസ് ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ വാഷിംഗ് മെഷീൻ, പിന്നെ തുണി അലക്കാനുള്ള കല്ല്, അത്യാവശ്യം മക്കൾക്ക് കുളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ സൈഡിൽ തുണികൾ തോരിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇവർക്ക് പഠിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഉള്ളൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് തലവര അവരുടെ സ്ഥലം തന്നെയാണ്. ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ വീടിൻ്റെ മുറ്റത്തിനേക്കാളും ഒരു ഞങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വന്ന് കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് തിരിച്ചു വരുന്നവരെയും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് തിരിച്ചു പോകുന്നവരും ഇവിടെ തന്നെ ഉണ്ടാവും. അത്ര ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. ഭയങ്കര രസമാണ് ഇവിടെ ഇരുന്ന്. മക്കളൊക്കെ ഇവിടെ താഴത്ത് കളിക്കുന്നുണ്ടാവും. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും എന്താ പറയുക, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഒരു ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം, ചൂടെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര രസം ഇങ്ങോട്ട് വരാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഏരിയയാണ് അതിനുള്ള കാരണം കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം വേറെ വീട്ടിലും ഉണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ അടുത്തൊന്നും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ബാക്കി ഇടയ്ക്കാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് ഒരുപാട് പേര് ആ ഒരു പേര് ചോദിച്ചു, അലനല്ലൂർ എവിടെയായിരുന്നു. എനിക്കറിയില്ല, ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. ഇത് എവിടെ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ആളോട് ആദ്യം ചോദിച്ചാൽ അതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം കാണിക്കണം തോന്നി, അത്രയേ ഉള്ളൂ.